നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിലാണ് നമ്മളാണെങ്കിൽ ഒരു എൻട്രി പറഞ്ഞത്. പക്ഷെ അത് ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഒരു ചെറിയ പോയിന്റ് 10 പോയിന്റോ 15 പോയിന്റോളം പിടിച്ചിട്ട് നമ്മൾ റിവേഴ്സ് പോയാൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ട്രേഡുകളിൽ നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അതായത് നമ്മുടെ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തത് ബ്രേക്കർ ബ്ലോക്കായി മാറി. ഈ ഒരു 15 മിനിറ്റ് എന്ന് പറയുന്ന ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തിട്ട് അതൊരു ബ്രേക്കർ ബ്ലോക്കായി മാറി. അപ്പം ബ്രേക്കർ ബ്ലോക്കായി മാറുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അത് റിവേഴ്സ് താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ മാർക്കറ്റ് ഈ ഒ ബിയെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങി തിരിച്ച് ഈ ഒ ബിയിലേക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്യുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എടുക്കാൻ പറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ എസ് എൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എൻട്രി ഇവിടെ റീപ്ലേസ്മെന്റ് ഇവിടെ എൻട്രി എടുക്കുവാണെങ്കിൽ അതിന്റെ എസ് എൽ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത സ്വിംഗ് ഹൈ ആയിരിക്കും നമ്മൾ എസ് എൽ വേണ്ടത്. ആ എസ് എല്ലിൽ നമുക്ക് 32 പോയിന്റ് എസ് എല്ലിൽ നമുക്ക് ടാർഗറ്റ് നിലവിൽ ഒരു 73 1:2 ലബോ 2.5 സംതിങ് പോയിന്റിലേക്ക് നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ടാർഗറ്റ് നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സെൻസെക്സ് കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടിരുന്നു. അപ്പോൾ ആ പ്ലാൻ ചെയ്തിട്ടിരുന്നത് ഹീറോ സീറോ എടുക്കാന്നുള്ളതിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടിരുന്നത്. പക്ഷേ കറക്റ്റ് ആ ഒ ബിയിൽ ആ ഹീറോ സീറോയിൽ അന്ന് എത്തിപ്പെടാതെ ആ ടൈമിങ് 2 മണിക്ക് ശേഷമുള്ളൊരു ഹയസ്റ്റ് പോയിന്റ് അവിടെ കയറിയതിന് ശേഷം ഇന്നലെ കുറച്ച് നേരം അവിടെ കളിച്ചതിന് ശേഷം ഇന്ന് മാർക്കറ്റ് ആണെങ്കിൽ ഇന്ന് മാർക്കറ്റ് 10-ാം തീയതിയിലെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 1 അവർ ഒ ബിയിലെ എൻക്രോച്ച്മെന്റ് മെത്തേഡ് അനുസരിച്ച് 0.5 റേഞ്ച് എൻക്രോച്ച്മെന്റ് മെത്തേഡ് അനുസരിച്ച് ഞാനാണെങ്കിൽ ഇവിടെ മോർണിംഗ് സെഷനിൽ തന്നെ ട്രേഡ് പ്ലാൻ എടുത്തായിരുന്നു. അപ്പം അങ്ങനെയെന്ന് പറയുന്നത് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ എൻക്രോച്ച്മെന്റ് മെത്തേഡ് വഴി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ എസ് എൽ എന്ന് പറയുന്നത് 100 സംതിങ് പോയിന്റ് ആണ്. 142 പോയിന്റ് എസ് എൽ, 142 130 പോയിന്റ് ഉള്ള എസ് എൽ കൊടുത്തുകൊണ്ടാണ് അത് നോക്കിയത്. 140 എന്ന് പറയുമ്പോൾ 60ഉം 42 100 പോയിന്റ് ഉള്ള എസ് എൽ. ഈ ഹീറോ സീറോ എന്ന് ഇട്ടത് അത് ഹീറോ സീറോയ്ക്ക് വേണ്ടിയാണ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു 100 60ഉം 27 87 90 പോയിന്റ് എസ് എല്ലിൽ നമ്മളാണെങ്കിൽ ഒരു ലോട്ടോ 2 ലോട്ടോ മേടിച്ചാൽ നിങ്ങൾ മേടിക്കുന്നൊരു ഹൈ റിസ്ക് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് എടുത്തായിരുന്നു 294 എന്ന് പറയുമ്പോൾ അറിയാം 620 57 170 പോയോളം അവിടെ ടാർഗറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതും എത്തിപ്പെട്ടായിരുന്നു. അങ്ങനെ 2 ഹാർഡ് ടാർഗറ്റും ഇന്നത്തിൽ ഹിറ്റ് ആയിട്ടുണ്ട് സെൻസെക്സിൽ നമ്മുടെ പ്ലാൻ ചെയ്തത്. നിഫ്റ്റിയിൽ നമുക്കാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിലാണെങ്കിൽ ഞാൻ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് റീട്രേസ് ചെയ്ത് കുറച്ച് ഇവിടെയൊക്കെ അന്നത്തെ ദിവസം വന്നായിരുന്നു, ഇന്നലത്തെ ദിവസം വന്നു, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കളിക്കുകയാണ് ചെയ്തത്. പക്ഷേ 9-ാം തീയതിയിലെ ഇത് അതായത് 9-ാം തീയതിയിൽ കഴിഞ്ഞ് അവിടെ കളിച്ച് പറച്ച് കയറിയതിന് ശേഷം 9 കഴിഞ്ഞ് 3:15 ഇത്രയും ഒരു ബ്രേക്ക് ഔട്ട് അന്ന് കിട്ടിയായിരുന്നു കുറച്ച്. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ അവിടെ ഇന്ന് പ്ലാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത്. പ്ലാൻ ചെയ്യുവാണെങ്കിൽ റിസ്ക് ആയിരിക്കും, ചിലപ്പോൾ ഇവിടുന്ന് മേളിലോട്ട് തന്നെ തിരിച്ച് കയറി പോകാം, കാരണം തൊട്ട് മേളിലൊരു ഒ ബി കിടക്കുന്നുണ്ട്. അപ്പം അതായിരുന്നു നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുക്കാൻ. അപ്പം ഇന്നത്തെ ടാർഗറ്റുകൾ കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ സെൻസെക്സിൽ നല്ല ടാർഗറ്റ് കിട്ടും, മിഡ് ക്യാപ്പിൽ എസ് എൽ അടിച്ചായിരുന്നു. പിന്നെ നിഫ്റ്റിക്കകത്ത് ഇനി ഒരു മൂവ്മെന്റ് അനാലിസിസ് ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇന്ന് പിന്നെ ഒരു ഹീറോ സീറോ സെറ്റപ്പിൽ നമുക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം കിട്ടിയെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ വന്ന് തിരിച്ച് റീട്രേസ്മെന്റ് കിട്ടിയ സമയത്ത് ആണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഒരു ഹീറോ സീറോ ഞാൻ എടുത്തിരുന്നു, അതും പ്രോഫിറ്റബിൾ ആണ്. അതായത് ഇന്നത്തെ എൻ്റെ ട്രേഡ്.